വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് താങ്ങാവുമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതി വെറും വാഗ്ദാനമായി മാറുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാനായി തറക്കല്ലിട്ടെന്ന് 108 ദിവസം പിന്നിടുമ്പോഴും കുന്നംപറ്റയിലെ നിർദ്ദിഷ്ട ഭൂമിയിൽ ഒരു വീടിന്റെ പോലും പണി തുടങ്ങാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഉടൻ തുടങ്ങും എന്ന പതിവ് പല്ലവി ആവർത്തിച്ച് നേതാക്കൾ ജനങ്ങളെ പറ്റിക്കുകയാണെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ചൂരൽമലയിലെയും മുണ്ടക്കയത്തെയും ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും മത്സരിച്ച് രംഗത്തെത്തിയ ഒന്നായിരുന്നു പുനരധിവാസ പദ്ധതികൾ. എന്നാൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെയും ആഘോഷത്തോടെയും കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഇന്നത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങേയറ്റം നിരാശാജനകമാണ്. ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാനായി കണ്ടെത്തിയ ഒരു സ്ഥലത്ത് യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല. ചൂരൽമലയിലെ നിർധനരായ കുടുംബങ്ങൾക്കായി കുന്നംപറ്റയിൽ കണ്ടെത്തിയ 5.5 ഏക്കർ ഭൂമിയാണ് കോൺഗ്രസ് വലിയൊരു ഭവന നിർമ്മാണ പദ്ധതിക്ക് ആയി വിഭാവനം ചെയ്തത്. KPCCയുടെയും UDF നേതൃത്വത്തിന്റെയും സാന്നിധ്യത്തിൽ വലിയ പ്രതീക്ഷകളോടെ പദ്ധതിക്ക് തറക്കല്ലിടുകയും ചെയ്തു. എന്നാൽ തറക്കല്ലിട്ട് 108 ദിവസം കഴിയുമ്പോഴും ഈ 5.5 ഏക്കർ ഭൂമിയിൽ ഒരു വീടിന്റെ പോലും നിർമ്മാണം തുടങ്ങാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രഖ്യാപന സമയത്തുണ്ടായിരുന്ന ആവേശം പിന്നീട് എങ്ങോട്ടോ പോയി മറഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രാഥമികമായി തുടങ്ങിയ ജോലികൾ പോലും ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. വീടുകളുടെ നിർമ്മാണത്തിന് മുന്നോടിയായി ഈ ഭൂമിയിൽ തുടങ്ങിയ ഏക ആശ്വാസം ഒരു കിണറിന്റെ നിർമ്മാണമായിരുന്നു. നിർമ്മാണ ആവശ്യങ്ങൾക്കും ഭാവിയിൽ താമസക്കാർക്കും വെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കിണറിന്റെ നിർമ്മാണം ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായ പ്ലാനിംഗ് ഇല്ലായ്മയും മേൽനോട്ടക്കുറവുമാണ് ഈ പദ്ധതി ഇങ്ങനെ ഒഴിഞ്ഞു നീങ്ങാൻ കാരണം. വാടക വീടുകളിലും ക്യാമ്പുകളിലും അനിശ്ചിതത്വത്തിൽ കഴിയുന്ന മനുഷ്യർ ഈ അവഗണനയിൽ കടുത്ത പ്രതിഷേധത്തിലാണ്. ഒരു കിണർ പോലും പൂർത്തിയാക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് തങ്ങൾക്ക് സുരക്ഷിതമായ വീടുകൾ വെച്ച് നൽകുക എന്ന ആശങ്കാജനകമായ ചോദ്യമാണ് ചൂരൽമലയിലെ ദുരന്തബാധിതർ ഇപ്പോൾ ഉയർത്തുന്നത്. ഫണ്ടുകളുടെ ലഭ്യതക്കുറവാണോ അതോ പ്രാദേശിക നേതൃത്വത്തിന്റെ താല്പര്യക്കുറവാണോ പദ്ധതി ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും വ്യക്തമായ മറുപടികൾ ഉണ്ടാകുന്നില്ല. തറക്കല്ലിട്ട ഭൂമിയിൽ പ്രാഥമിക ജോലികൾ പോലും പാതി വഴിയിൽ നിലച്ചതോടെ ചൂരൽമലയിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർണ്ണതോതിൽ ആരംഭിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഉത്തരമില്ലാതെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രതിരോധത്തിലാവുകയാണ്. നിർമ്മാണം എന്ന് പുനരാരംഭിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ യാതൊരുവിധ വ്യക്തതയുമില്ല. കൽപ്പറ്റയിലെയും കുന്നംപറ്റയിലെയും പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾക്കോ ജില്ലാ നേതൃത്വത്തിനോ എന്ന് നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്ന് കൃത്യമായി പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. മാധ്യമങ്ങളും ജനങ്ങളും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തമായ ഒരു പ്ലാൻ മുന്നോട്ട് വയ്ക്കാൻ നേതാക്കൾക്ക് സാധിക്കുന്നില്ല. അത് ദുരന്തബാധിതർക്കിടയിൽ ഭരണകൂടത്തോടും രാഷ്ട്രീയ നേതൃത്വത്തോടുമുള്ള കടുത്ത അമർഷത്തിന് കാരണമാകുന്നുണ്ട്. പ്രഖ്യാപനങ്ങളുടെ വലിപ്പവും പ്രായോഗികമായ നീക്കങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ഔദ്യോഗിക രേഖകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് വലിയൊരു ഭവന സമുച്ചയം തന്നെ നിർമ്മിച്ചു നൽകുമെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും നിലവിൽ 18 വീടുകളുടെ നിർമ്മാണത്തിനുള്ള അപേക്ഷ മാത്രമാണ് അവർ കൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ചുരുങ്ങിയ വീടുകളുടെ കാര്യത്തിൽ പോലും അനുമതികൾ വേഗത്തിലാക്കാനോ നിർമ്മാണ ഏജൻസികളെ നിശ്ചയിക്കാനോ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. തുടർ നടപടികൾ വൈകുന്നതിന് സാങ്കേതിക കാരണങ്ങൾ നിരത്തി ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. പദ്ധതി നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങളെക്കുറിച്ചോ ഫണ്ട് പ്രതിസന്ധിയെക്കുറിച്ചോ തുറന്നു പറയാൻ തയ്യാറാക്കാത്ത നേതാക്കൾ വീടുകളുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കൃത്യമായ തീയതിയോ സമയക്രമമോ ഇല്ലാതെ ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തുവെന്നും തറക്കല്ലിട്ട് 108 ദിവസങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വാടക വീടുകളുടെ ദുരിതപൂർണമായ കാത്തിരിപ്പിന്റെ നാളുകളാണെന്നും ചൂരൽമലയിലെ സാധാരണക്കാർ ഓർപ്പിക്കുന്നു. മറ്റു സംഘടനകളും സർക്കാരും ദുരന്തബാധിതർക്കായുള്ള വീട് നിർമ്മാണത്തിന് വലിയ മുന്നേറ്റം നടത്തുമ്പോഴാണ് കോൺഗ്രസിന്റെ ഈ മെല്ലെപ്പോക്ക്. UDFിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിന്റെ കരുതൽ തണലിൽ ചൂരൽമല ബാധിതർ ഇതിനകം തന്നെ പുതിയ വീടുകളിലേക്ക് താമസം മാറി തുടങ്ങിയിട്ടുണ്ട്. പ്രഖ്യാപിച്ച പദ്ധതികൾ ലീഗ് സമയബന്ധിതമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതേസമയം ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ച 122 സ്വപ്ന ഭവനങ്ങളുടെ വാർപ്പ് ജോലികൾ പൂർത്തിയായി വരികയാണ്. സംസ്ഥാനം മുഴുവൻ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ച സർക്കാർ അതിവേഗം മുന്നോട്ട് പോകുമ്പോഴാണ് സ്വന്തം വയനാട് മണ്ണിൽ പ്രഖ്യാപിച്ച വീടുകൾ കോൺഗ്രസിന് വലിയ ബാധ്യതയായി മാറുന്നത്. വാടക വീടുകളിലും താൽക്കാലിക ക്യാമ്പുകളിലും കഴിയുന്ന ചൂരൽമലയിലെ മനുഷ്യർക്ക് സ്വന്തമായൊരു മേൽക്കൂര എന്നത് വലിയൊരു സ്വപ്നമാണ്. രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം തറക്കല്ലിട്ട വീടുകൾ എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും KPCCയും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇനിയെങ്കിലും വാഗ്ദാനങ്ങൾ പല്ലവിയാകാതെ പ്രാവർത്തികമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.